ശ്രീ സതീഷ് ഗോപി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാലതാമസം രക്ഷാപ്രവർത്തനത്തിനൊരു പ്രതികൂല ഘടകമായി, അതോടൊപ്പം കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമായി തന്നെ ഈ അവസാന മണിക്കൂറുകളിലും നിൽക്കുന്നു. എന്തായാലും ഇനി എങ്ങനെയും ആ ട്രക്ക് കണ്ടെത്തുക, അതിനുള്ളിൽ ജീവന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അർജുനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ, തീർച്ചയായും വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഒരു അപകടം നടന്നിരിക്കുന്നു, 100 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അപകടത്തിൽപ്പെട്ട ആൾ ഓടിച്ചിരുന്ന ലോറിയോ അല്ലെങ്കിൽ ആ ആളിനെയോ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഴ്ചയായിട്ട് തന്നെ കരുതേണ്ടി വരും. ഇപ്പോൾ ഗോവ മംഗളൂർ ദേശീയപാതയിലെ ഉത്തര കന്നഡയിലെ അങ്കോള ഷിയൂർ ഭാഗത്താണ്, ഒരു മലഞ്ചെരുവിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ സെൻറ്റർ സ്ഥാപിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആക്ട് അനുസരിച്ചിട്ട് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ ലോക്കലൈസ് ചെയ്ത് സെൻറ്റർ തുടങ്ങണമെന്നും ആ സെൻറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. അത് മാത്രമല്ല, ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ, അതായത് ലാൻഡ് സ്ലൈഡ് വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സുനാമി വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നാൽ എന്ത് ചെയ്യണം, ചുഴലിക്കൊടുങ്കാറ്റ് വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിശക്തമായ വളരെ ശക്തമായ മഴ വന്ന് വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വിശദമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് ഇന്ത്യയുടെ ഒരു ചിത്രം തന്നെ തയ്യാറാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇൻ്റർനെറ്റിൽ ലഭ്യവുമാണ്. ആ ചിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് വരാനുള്ള ചാൻസസ് അത് ഹിമാലയൻ മലനിരകളിലാണ്. ലോകത്ത് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിൽ 30% ഹിമാലയൻ മലനിരകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പശ്ചിമഘട്ടം, അതായത് ഈ ഉത്തര കന്നഡ ഗോവ വരെ നീണ്ടുകിടക്കുന്ന, കേരളം മുതൽ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം, ഈ പശ്ചിമഘട്ടവും വിന്ധ്യ സത്പുര എന്ന് പറയുന്ന ആ മൗണ്ടനസ് റേഞ്ചും അത് വളരെ ലാൻഡ് സ്ലൈഡ് കുറഞ്ഞ മേഖലയാണ്. അതായത് ആവറേജ് മാത്രം ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പറയുന്ന അങ്കോള ഷിരൂർ ഭാഗത്തൊരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള അപകടകരമായ സ്ഥലം. ചോദ്യം ഒന്നേ ഉള്ളൂ, ഒരു മലഞ്ചെരുവാണ്, ഒരു റോഡാണ്, പിന്നെ ഒരു നദിയാണ്. ഇവിടെ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ ആ മലഞ്ചെരുവിനെ ലാൻഡ് സ്ലൈഡ് വരാത്ത രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. അതിനൊരുപാട് മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാർഗം? പിന്നീട് നെറ്റ് വഴി നമുക്ക് അത് സംരക്ഷിക്കാം. അത് കയറ് കൊണ്ടുള്ള ജിയോ ടെക്സ്റ്റൈൽസ് വഴി അവിടുത്തെ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം. കോൺക്രീറ്റ് മിശ്രിതം നമുക്ക് ഇഞ്ചക്റ്റ് ചെയ്ത്, അതായത് ഭൂമിയിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ആ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റീറ്റെയിനിങ് വാൾ കെട്ടി ലാൻഡ് സ്ലൈഡ് പ്രതിരോധിക്കാം. അല്ലെങ്കിൽ കോൺക്രീറ്റ് ലൈനിങ് കൊടുത്ത് നമുക്ക് ലാൻഡ് സ്ലൈഡിനെ പ്രതിരോധിക്കാം. ഇതിൽ ഏതെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മിറ്റിഗേറ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ? ഒരു ദുരന്തം വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ റെസ്പോൺസ് നമ്മൾ എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് മിറ്റിഗേറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യങ്ങൾ ഇത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ഓരോരോ കാര്യത്തിലും ഒരു ദുരന്തം വരുമ്പോൾ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നിർഭാഗ്യവശാൽ നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അത് വളരെ നിർഭാഗ്യകരമാണ്. അതെ, അതുമാത്രമല്ല രക്ഷാപ്രവർത്തനം പോലും ആദ്യ മണിക്കൂറുകളിലേറെ. അതെ, തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനം റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കണം. അതെ, തീർച്ചയായും താങ്കളിലേക്ക് എത്താം.